നല്ലൊരു അടിപൊളി ചിക്കൻ പുലാവ് ഉണ്ടാക്കിയാലോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായി വഴച്ചിട്ടെടുക്കണം. ബാസ്മതി റൈസ് നമുക്ക് 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. പിന്നെ എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുക. 1 കിലോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 സ്പൂൺ ചേർത്ത് കൊടുക്കണം. അടിച്ച് വെച്ചിട്ട് നല്ലൊരു കളർ മാറുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 1 സ്പൂൺ ജീരകം, ചില്ലി ഫ്ലെക്സ്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ തൈര് 1 കപ്പ്, അതിനുശേഷം മാഗിയുടെ ക്യൂബ്, ചിക്കൻ ക്യൂബില്ലേ അതും ചേർത്ത് കൊടുക്കാം. 2 തക്കാളി നന്നായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അടച്ച് വെക്കണം. വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അരി അളന്ന് വെക്കണം കേട്ടോ. അതിലോട്ട് 1.5 പാത്രം വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. 1 പാത്രം അരിയാണെങ്കിൽ 1.5 പാത്രം വെള്ളം. എന്നിട്ട് ഇതാ കഴുകി വൃത്തിയാക്കിയ അരി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച ശേഷം ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ക്യാപ്സിക്കം അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം